ഒറ്റപ്പാലം റോട്ടറി ക്ലബിൻ്റെ വക നമുക്ക് സ്വീകരണം. ഫുഡ് കഴിക്കാം. നമ്മുടെ എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാം. എല്ലാവരും ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ബിരിയാണിക്ക് ഒരുക്കിയിരുന്നു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. എല്ലാവരും കഴിക്കുന്നുണ്ട്, ഞങ്ങളും കഴിക്കുന്നു. ഞങ്ങളവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ യാത്രയും പറഞ്ഞ് നേരെ കോയമ്പത്തൂരേക്ക്. സന്ധ്യയോടെ ഞങ്ങൾ കോയമ്പത്തൂരുള്ള സഹായി റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ എത്തി. പല വിധത്തിൽ നട്ടെല്ലിന് പരിക്ക് പറ്റി ജീവിതം വീൽ ചെയറിലായ ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ ഞാനും സൂരജും ഈ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ ഉണ്ടായിരുന്നു 2-3 മാസക്കാലം. ഗജേന്ദ്രൻ സാർ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നൽകിയിരുന്നു. രാത്രിക്കും രാവിലെയും ഭക്ഷണവും കിടന്നുറങ്ങാൻ ബെഡും ഒക്കെ തന്ന് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായി പോവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ സാഹസിക യാത്രയെക്കുറിച്ച് ഗജേന്ദ്രൻ സാർ അവിടെയുള്ളവരോടൊക്കെ സംസാരിക്കുകയാണ്. வெளி இடங்களில் கிடைச்சா ரூம் எடுத்துக்கிறாங்க, அப்படி இல்லைன்னா டென்ட் எடுத்துகிட்டு போகிறாங்க. நம்ம காற்று அடித்தா ஃபில் பண்ணுற மாதிரி பெட்டு செட் பண்ணி வச்சுருக்காங்க. ஸோ எங்கே இடம் இருக்கோ அங்கே போட்டு செட் பண்ணி போயிட்டு வர மாதிரி தான் இருக்கலாம். ஓகேங்களா? ஸோ நமக்கெல்லாம் ഇവിടെയും സാറിൻ്റെ വക ഒരു ഫ്ലാഗ് ഓഫ് ചടങ്ങ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഇവിടുത്തെ ചെറിയ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, പുട്ടും കടലയും. അങ്ങനെ പുട്ടും കടലയും കഴിച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം തഞ്ചാവൂരാണ്. ഇന്ന് രാത്രി തഞ്ചാവൂരാണ് സ്റ്റേ. രണ്ടുപേര് മുച്ചക്ര സ്കൂട്ടിയും ഞാൻ കാറിലുമായിട്ടാണ് ഞങ്ങളുടെ യാത്ര. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാനായി നിർത്തിയതാണ്. നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ വണ്ടി ഒതുക്കി സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് മനു. ഞാനിവിടെ ഉള്ളി അരിയുന്നു. മനു ഫുഡ് ഉണ്ടാക്കേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു. എല്ലാം വലിച്ചു വാരിയിട്ടുണ്ട്. കോയമ്പത്തൂർ തഞ്ചാവൂർ ഹൈവേ സൈഡിൽ പാത്രം കഴുകാൻ വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ ഒതുക്കി ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കാം. കഞ്ഞിയാക്കി. ഇവിടെ ചോറാണ്, ഇവിടെ വെള്ളം ഒഴിച്ചില്ല. വേണ്ട പാത്രം. ഇവിടെ ഒരു കൂട്ടറും കൂടി ഉണ്ട്. ക്ഷീണിച്ചവിടെ കിടക്കുകയാണ്. കഴിച്ചു നോക്കിയാ? ഇതേതോ ഒരു ഫ്രണ്ട് കടയാണോ വീടാണോ? ആ കടയാണ്. ഇവിടെ വണ്ടി നിർത്തിയിരിക്കുക ഹൈവേയുടെ സൈഡിൽ. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഞാൻ ഡ്രൈവർ സീറ്റിൽ നിന്ന് സൈഡ് മാറി
മനുവാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു ട്രെയിൻ പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പിടിക്കുകയാണ് ഞങ്ങളും. അങ്ങനെ ഞങ്ങൾ ട്രെയിനിനെ തോപ്പിച്ചിരിക്കുകയാണ്. Turn left towards Sarkarpalayam, Kallanai Road, Thoga to Kalani Road, then turn left onto Sarkarpalayam, Kallanai Road. ഇവിടെ ഒരു പ്രശസ്തമായൊരു ഡാമുണ്ട് ഈ തഞ്ചാവൂർ പോകുന്ന വഴിക്ക്. അങ്ങനെ ഡാം കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. വണ്ടി ഡാമിന് മുകളിലേ കൂടെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ വണ്ടിയുമായി ഇത് നമ്മുടെ ഡാമിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോവാം. ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇരുവശത്തും നല്ല ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടി. അതൊക്കെ കണ്ട് നമുക്ക് ഡാമിൻ്റെ മുകളിലേ കൂടെ അങ്ങ് അപ്പുറത്തേക്ക് പോവാം. ഡാമിന് മുകളിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. ഓരോ കാഴ്ചകളും കണ്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ മുകളിൽ അങ്ങനെ വണ്ടി നിർത്തിയിടാൻ അവർ സമ്മതിക്കുന്നില്ല, വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വണ്ടി മുന്നോട്ടെടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതൊരുപാട് നല്ല നീളമുണ്ട് റോഡ്. നമ്മുടെ ചെറിയ വണ്ടിയായത് കാരണം നമുക്കത് അതിലൂടെ സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. നല്ല ജനത്തിരക്കാണ്. ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി. ഫുള്ള് അതിൻ്റെ ഇതുണ്ടാവും കഥ. നമ്മളിപ്പോൾ തഞ്ചാവൂർ പെരിയ കോവിൽ നല്ല ക്രൗഡ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ വന്ന സംഭവം. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ബൃഹദീശ്വര ടെമ്പിൾ താനല്ലേ? ബൃഹദീശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ
തഞ്ചാവൂരിലെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ഞാൻ വീഡിയോ എടുക്കാം.